ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു കളർ ഫിലിമിനെ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം എന്ന് കണ്ടു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയിൻ്റെ കളർ കറക്ഷൻ നടത്താതെ നമുക്ക് മനോഹരമായ ഇൻപുട്ട് ലഭിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഒരു വീഡിയോയുടെ കളർ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ മനോഹരവും ഇഫക്റ്റീവുമാക്കാൻ ആ വീഡിയോയുടെ കളർ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റിങ്ങിലോ മറ്റോ വല്ല പ്രശ്നവും ഉണ്ടായിക്കഴിഞ്ഞാൽ വീഡിയോവിൻ്റെ യഥാർത്ഥ ഫീൽ നമുക്ക് കിട്ടുകയില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ വിചാരിക്കുന്ന ഫീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം Kdenlive തുറക്കുക. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. നമുക്കാദ്യം ഇതിൻ്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. 1080-30 FPS കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ Kdenlive സജ്ജമായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് കൊണ്ടുവരാം. ആഡ് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ക്ലിപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് നമ്മളുടെ ഫയലുള്ളത്. ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ഈ വീഡിയോ ആണ് നമുക്ക് കളർ കറക്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ നമുക്ക് ട്രാക്കിലേക്ക് എടുത്തു വെക്കാം. വീഡിയോ ട്രാക്കിലേക്ക് എടുത്തു വെക്കുന്നു. ഈ വീഡിയോയുടെ ലൈറ്റിങ്ങിൽ അല്പം കുറവുണ്ട്, ബ്രൈറ്റ്നസ് അല്പം കുറവുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി ഇവിടെ ട്രാൻസിഷൻ ഇഫക്ട്സ് രണ്ടെണ്ണം നമുക്കറിയാം. ഇതിൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനടിയിൽ കുറേ ഇഫക്ട്സ് കാണാം. ഈ ഇഫക്ട്സിൽ കളർ കറക്ഷൻ രണ്ടെണ്ണം കാണാം. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കളർ കറക്ഷൻ മുഴുവൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം കളർ കറക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഫക്ട്സുകൾ കാണാം. അതിലെ ബ്രൈറ്റ്നസ് കീ ഫ്രെയിമബിൾ. ഈ കീ ഫ്രെയിമബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കീ ഫ്രെയിംസ് കൊടുക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസിൽ അതിൻ്റെ വിൻഡോ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ബ്രൈറ്റ്നസ് കീ ഫ്രെയിമബിൾ ഇതിനകത്തേക്ക് വലിച്ചിടുന്നു. അപ്പോൾ അവിടെ വ്യത്യാസം കാണാം. ഇവിടെ ഈ കീ ഫ്രെയിം കൊടുക്കാനുള്ള ഒരു സംവിധാനം കാണാം. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ചിത്രത്തിന് വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. കുറച്ചുകൂടി ലൈറ്റ് കൂട്ടുന്നത് കാണാം. അത് ആവശ്യത്തിന് നമുക്ക് കൊടുക്കാം. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആകെ ചിത്രം അവ്യക്തമായി പോവും. ആവശ്യത്തിന് ബ്രൈറ്റ്നസ് കൊടുത്തു. ഇനി ഈ ഇഫക്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാഷ് ബട്ടണുണ്ട്, ഡിലീറ്റ് ഇഫക്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. മറ്റൊരു ഇഫക്റ്റ് ഇതിനകത്തുള്ളത് CMYK അഡ്ജസ്റ്റ് ആണ്. നമുക്കിത് വലിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓരോന്നും കളർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. കുറച്ചൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നോക്കാം. മജന്ത കളർ കൂടുന്നത് കാണാം. യെല്ലോ കളർ കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബ്ലാക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഡാർക്ക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇവിടെ കേർവ്സ് ഉണ്ട്. കേർവ്സിൽ ഇങ്ങനെ നമുക്ക് കേർവ്സ് എവിടെയാണോ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള സംവിധാനം ഇതിനകത്ത് ലഭ്യമാണ്. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്.
ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓരോന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ഓരോ വീഡിയോയുടെ അനുസരിച്ച് ഇതിങ്ങനെ മാറ്റാം. RBG അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പല രീതിയിൽ നമുക്ക് ചിത്രങ്ങൾ വേണ്ടി വരും. അപ്പോൾ നമുക്കതിനനുസരിച്ച് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ഏറ്റവും മനോഹരമായ ചിത്രമാക്കി മാറ്റാം. നമുക്ക് വേണ്ടതുപോലെയുള്ള, നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെയുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ മാറ്റാൻ വേണ്ടി കഴിയും. വൈറ്റ് ബാലൻസ് ഉണ്ട്. ഗ്രീനാക്കി മാറ്റാം. ഗ്രീൻ കൂട്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണോ നമ്മളുടെ മനസ്സിൽ വീഡിയോ വേണമെന്ന് തോന്നുന്നത് അതുപോലെ നമുക്ക് മാറ്റാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ മുകളിൽ കളർ കറക്ഷൻ്റെ മുകളിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് കളറൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഇനി ഇവിടെ കോൺട്രാസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള വീഡിയോ ആക്കിയിട്ട് നമ്മളുടെ വീഡിയോയെ മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് കാണാം. സാച്ചുറേഷൻ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാം. ഇതിൻ്റെ കളർ കൂട്ടി കൊടുക്കാം. റെഡ് ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഇങ്ങനെ ടിൻ്റ് ഉണ്ട്. പിന്നെ ടെക്നിക് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇതിൽ ബ്ലൂ യെല്ലോ ആക്സിസ് ഇങ്ങനെ കൂട്ടുകയും കളറ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ചുമരിൻ്റെയൊക്കെ കളറ്, പിറകിലുള്ള ചുമരിൻ്റെ കളറ് മാറി വരുന്നത് കാണാം. അത് ശരിക്കുമുള്ള കളറ് യെല്ലോ ആണ്, പക്ഷേ നമുക്കത് മാറ്റാൻ വേണ്ടി പറ്റും. ഇത് വളരെ മനോഹരമായി നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഇഫക്റ്റാണ്. ഇതിനു വേണ്ടി ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ട് കുറച്ചുകൂടി മനോഹരമായിട്ട് ഇത് കാണിക്കാം. ഈ വീഡിയോയ്ക്കകത്ത് ഈ ടെക്നിക് കളർ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു മാറ്റം നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഗ്രീൻ ആക്സിസ് മാറ്റുകയാണ്. അപ്പോൾ ആ ചുമരിൻ്റെ നിറം വേറൊന്നായി മാറിയിരിക്കുന്നത് കാണാം. പിന്നെയും മാറ്റിയാൽ വേറൊരു കളർ വരും. ഇങ്ങനെ മാറ്റിയാൽ ആദ്യത്തെ കളർ വന്നു, ആദ്യത്തെ കളർ കൂടി വന്നു. അതുപോലെ ഈ ബ്ലൂ യെല്ലോ ആക്സിസ് ഇപ്പോൾ ചുമരിന് വേറൊരു കളറായി വന്നു. ഇപ്പോൾ വേറൊരു കളറായി വന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതുപോലെ ഇതിനകത്തുള്ള കളറുകൾ മാറ്റിയെടുക്കാൻ ഈ ടെക്നിക് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മളുടെ കളർ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ഏതുപോലെയാണോ അതുപോലെ നമുക്ക് വീഡിയോയുടെ കളർ മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനുകൾ നമ്മളുടെ Kdenlive ലഭ്യമാണ്. അത് ഓരോന്നോരോന്നായി നമ്മളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് എടുത്ത് ഉപയോഗിച്ച് നോക്കുക. ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.